മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ കേൾക്കാമോ? എനിക്ക് കേൾക്കാം സ്മൃതി. ഓക്കെ. വലിയ രീതിയിലുള്ള പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ, സംഘാടനത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഇതിൽ GCDAക്ക് പറ്റിയിരിക്കുന്ന പിഴവ് എന്നുള്ളത് അത് പരിശോധിക്കാത്ത എഞ്ചിനീയറുടെ പിഴവായിട്ട് ഇപ്പോൾ എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തൊരു നടപടി ഉണ്ടായിരിക്കുന്നു. അത് അവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു പിഴവാണോ? ഇതിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ, കോർപ്പറേഷൻ കൊടുക്കേണ്ട അനുമതികളുമായി ബന്ധപ്പെട്ട്? ഞാനൊരു കാര്യം പറയാം. കോർപ്പറേഷൻ ആയിക്കോട്ടെ, GCD ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഒരു ഏജൻസി ആയിക്കോട്ടെ, നമ്മുടെ ഒരു സഹപ്രവർത്തകയായ ഒരു ജനപ്രതിനിധി, ഇനി ജനപ്രതിനിധി ആവണ്ട, സാധാരണഗതിയിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ അത് നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഭരണാധികാരികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ ഏതെങ്കിലും തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. ഇതൊരു പ്രത്യേക നിലപാടാണ്. ആ നിലപാട് ഇന്ന് GCDയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയർമാനും ഞാനും എല്ലാവരും പങ്കെടുത്ത ചർച്ചയിൽ അവസാനം ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു സ്റ്റേജ് പണിയുമ്പോൾ ആ സ്റ്റേജ് അവിടെ താൽക്കാലികമായി രാത്രിയാണ് കെട്ടി ഉണ്ടാക്കിയത് എന്ന് മാധ്യമങ്ങളിൽ നിന്നാണല്ലോ പിന്നെ എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രാത്രി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജ് അവിടെ കെട്ടുമ്പോൾ അത് തടയാനുള്ളൊരു ഉത്തരവാദിത്വം GCDAയിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. ആ ഒരു കാര്യം പരിശോധിച്ചപ്പോൾ ഇതാരാണ് ഇതിന് റെസ്പോൺസിബിളായ ആള് എന്ന് പറഞ്ഞപ്പോഴാണ്, ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ പേരോ പോസ്റ്റിങ്ങോ ഒന്നും എനിക്കറിയില്ല, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണെന്ന് മാത്രമേ അറിയാലോ സ്മൃതിക്ക്. അതുകൊണ്ടാണ് ആ ഒരാൾക്കെതിരായിട്ട് നമ്മൾ നടപടിയെടുത്തത്. രണ്ട്, നമ്മളിതൊന്നും വ്യക്തിപരമായി കാണരുത്. ഇപ്പൊ ഞങ്ങളുടെ കോർപ്പറേഷനിൽ നടപടിയെടുത്ത ഉദ്യോഗസ്ഥർ ഒരു നല്ല ഉദ്യോഗസ്ഥ തന്നെയാണ് മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും. അപ്പൊ നമുക്കിതൊരു പേഴ്സണൽ വെഞ്ചൻസിന്റെ പ്രശ്നമല്ല. രണ്ട്, അതിനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റി GCDയുടെ തന്നെ ഒരു ഇന്റേണൽ അന്വേഷണം നടക്കണം എന്നുള്ളത് കൊണ്ടാണ് കോർപ്പറേഷന്റെ സെക്രട്ടറിയെ ഞാൻ ചുമതലപ്പെടുത്തിയതുപോലെ തന്നെ ഇന്ന് GCDയുടെ സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന വീഴ്ച അന്വേഷിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം സ്മൃതി ചോദിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ വീഴ്ച മാത്രമാണോ, അതിനപ്പുറത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകണം സ്മൃതി. അതിലാണ് ഇപ്പൊ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മളൊന്നും ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അന്വേഷണത്തിന് ശേഷമല്ലേ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഒരു മിനിറ്റ്. രണ്ട്, GCDA സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ നിന്നും GCDAയുടെ ഏതെങ്കിലും ആളുകളുടെ ഭാഗത്തുനിന്ന് ഇതിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കും. മൂന്നും, നിങ്ങൾ കോർപ്പറേഷനെ കുറിച്ച് ചോദിച്ചു, അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്മൃതി ചോദിച്ചോളൂ. കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഒരു വീഴ്ചയും, കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രത്യേകമായ ഒരു സ്ഥാപനത്തിന്റെ GCDA ഒരു ഗവൺമെന്റ് എന്റിറ്റി പോലെ തന്നെയാണ്. അവരുടെ ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു പരിപാടി സാധാരണഗതിയിൽ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവര് കൊണ്ടുവന്നൊരു അപേക്ഷ തരുന്നത് തലേ ദിവസമാണ്. ഞാനത് പറഞ്ഞല്ലോ സ്മൃതി. ഫോർമൽ ഇൻവിറ്റേഷൻ തരുന്നതിൽ മാത്രമല്ല, അപേക്ഷ അവര് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അപേക്ഷ കൊടുക്കുന്നത് തലേ ദിവസം ഓൺലൈനായിട്ടാണ് അവരുടെ അപേക്ഷ. നമുക്കിപ്പോ കേസ്മാർട്ട് ഉണ്ടല്ലോ, അത് തലേ ദിവസം തരേണ്ട ഒരു അപേക്ഷയല്ല. ആ അപേക്ഷ അവര് ഉദ്ദേശിക്കുന്ന ലൈസൻസ് എന്ന് പറയുന്നത് PPR ലൈസൻസ് എന്ന് പറയും. അതായത് പബ്ലിക് പ്രോപ്പർട്ടി റിസോർട്ട് ആക്ട്, PPR ആക്ട് പ്രകാരമുള്ള ലൈസൻസ് ആണ്. ആ ആക്ടിനെ നമുക്ക്, ഞാൻ ഇന്നാൾ സ്മൃതി അതിനെപ്പറ്റി ചോദിക്കുന്ന നിങ്ങളുടെ റിപ്പോർട്ടർ, ഞാൻ അതുകൂടി വിശദീകരിക്കാം. PPR ആക്ട് അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ ആക്ട് വായിച്ചു നോക്കി അറിയാം. അവിടെ ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംഘടന ഏതെങ്കിലും സർക്കാരിന്റെയോ ഒക്കെ കൈവശമുള്ള ഓപ്പൺ സ്പേസുകളിൽ പരിപാടി നടത്തുമ്പോഴാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ആ HC, ആ പാവപ്പെട്ട വനിത അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ വേറെ ഒരു സ്റ്റേജും ഇല്ല. ഇവരോട് ചോദിച്ചു ടിക്കറ്റിന്റെ കാര്യം, ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. നമ്മളും അങ്ങനെയാണല്ലോ മനസ്സിലാക്കിയത്. ഗിന്നസ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കുറെ പേര് വന്ന് സ്റ്റേഡിയത്തിൽ നർത്തകികൾ വന്ന് നൃത്തം ചെയ്ത് തിരിച്ചു പോകും, മിനിസ്റ്ററും പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈസൻസ് ആവശ്യമില്ല എന്ന ശുപാർശ അവർ കൊടുത്തത്. ഞാൻ എന്തിനാണ് അവരെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അവരൊരു കറപ്ഷൻ ചെയ്തിട്ടല്ല. ഞാൻ ആകെ അവരോട് ചോദിച്ചൊരു കാര്യം, നിങ്ങൾ പിറ്റേ ദിവസം ആ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒന്ന് അവിടെ ചെന്ന് നോക്കണമായിരുന്നു. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഭാവിയിലും ഈ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമല്ല,
എല്ലാവർക്കും, നിങ്ങളെല്ലാവരും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണല്ലോ, ഈ ആരാണെങ്കിലും അത് വീണ്ടും അത്തരം കാര്യങ്ങൾ ചെന്ന് അന്വേഷിക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. മേയർ, അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പതിവായി ഇത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് ആരും കടക്കാറില്ല. അപ്പൊ അത് സാധാരണയായി നടക്കുന്ന രീതിയിൽ അങ്ങ് പോയി എന്നുള്ളതാണ്. ഇത് അപകടത്തിലും കലാശിച്ചു. ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടിപ്പൊക്കാൻ അവർക്ക് അധികാരമില്ല, അവകാശമില്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ആ സ്റ്റേജിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ഈ വിളക്ക് വെക്കാൻ വേണ്ടി മാത്രം എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇതിന്റെ ഈ പരിപാടിയുടെ ഇന്റർവെല്ലിൽ ഇടയ്ക്ക് ഈ സെലിബ്രിറ്റീസിനെ കൊണ്ട് നൃത്തം ചെയ്യിക്കുക എന്നൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ പാരീസ് ലക്ഷ്മി നൃത്തം ചെയ്യുമ്പോൾ തന്നെ ഈ സ്റ്റേജ് ഒട്ടും ഓക്കെ അല്ല, ഇതിൽ സ്ലോപ്പ് ഉണ്ട് എന്ന് അവർ പരാതിപ്പെട്ടിരുന്നു അത്രേ. പിന്നീട് അടുത്ത നർത്തകി, അടുത്ത സെലിബ്രിറ്റി നൃത്തം ചെയ്യാൻ പോകുന്നു, ദിവ്യപ്രഭ. അവർ ഡാൻസ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ കൂടെ ഒരു സംഘം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഘം ചേർന്ന് നൃത്തം ചെയ്യുന്നതിൽ സ്റ്റേജിൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനു മുൻപ് തന്നെ ഉമാ തോമസ് വീണതുകൊണ്ടാണ് ഒരാളിലേക്ക് അപകടം മാറിയത്. അതെ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ സമയത്ത് കോർപ്പറേഷൻ അല്ല കയറി ചെയ്യുന്നത്. അങ്ങനെ ഒരു നമ്മുടെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ, അതിനാണ് എസ്റ്റേറ്റ് വിഭാഗം GCDയുടെ. അപ്പോൾ GCDയെ കൊടുത്ത അനുമതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എല്ലാ ഏജൻസികളുടെ അനുമതി വാങ്ങണം. ആ അനുമതി ഇവർക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്തു, GCD എക്സിക്യൂട്ടീവ് ഒരു കാരണവശാലും മറ്റ് ഏജൻസികളുടെ അനുമതി വാങ്ങാതെ ഇനി മേലിൽ GCDയുടെ ഒരു പരിപാടിക്കും ഒരാൾക്കും അനുവാദം കൊടുക്കരുതെന്ന് തീരുമാനിച്ചു. അപ്പോ അനുവാദം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുവാദം. ശരി, താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഈ മൃദംഗ വിഷ്ണു പറ്റിയിരിക്കുന്ന പിഴവിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ടല്ലോ. തലേ ദിവസം എല്ലാ അനുമതി ചോദിച്ചു വരേണ്ടതെന്ന്. പക്ഷെ അവർക്കൊരു കുഴപ്പമുള്ളതായിട്ട് ചെയർമാന് തോന്നുന്നില്ല, GCDA ചെയർമാന്. ഇല്ല, ഞാൻ ഇന്ന് സംസാരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങൾ കൂട്ടായി എടുത്തൊരു തീരുമാനം, ഇത്തരം കാര്യങ്ങളിൽ സംഘാടനത്തിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് GCD എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചത്. അത് എക്സിക്യൂട്ടീവിന്റെ അഭിപ്രായമാണ്. അത് അദ്ദേഹം ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ചെറുപ്പക്കാരായിട്ടുള്ള ഓൺടർപ്രണേഴ്സ് വരുന്നു, ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം തന്നെ വിശദീകരിച്ചു, ഒരു എക്കണോമിക് ആക്ടിവിറ്റി കൊച്ചിയിൽ നടക്കട്ടെ. നിങ്ങളോടും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ശരി, പറഞ്ഞു. അത് തുടക്കം മുതലേ പറയുന്നുണ്ട്, അപകടം നടന്ന ദിവസവും പറയുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ച് ആണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം എടുത്തൊരു തീരുമാനം ഞാൻ സ്മൃതിയോട് പറയുകയാണ്, ഈ സംഘാടനത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന എന്റെ അഭിപ്രായം തന്നെയാണ് അവസാനം GCDA ചെയർമാനും ഹോൾഡ് ചെയ്തത്. കാരണം ഇവർക്ക് ഇത്ര കാര്യങ്ങൾ മറ്റേ അനുമതികൾ വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞ കാര്യത്തിൽ അവർക്ക് വീഴ്ച വന്നിട്ടുണ്ട്. അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇതിൽ സൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ചില വീഴ്ചകൾ പറ്റിയെങ്കിൽ തുടക്കത്തിൽ ഒരു പരിപാടി നടത്തുന്ന ആളുകളെ ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കി സംസാരിക്കണ്ട എന്നതിനപ്പുറത്തേക്ക് അവരുടെ വീഴ്ചകളൊന്നും അദ്ദേഹം കാണാതിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, പക്ഷേ അതിനുശേഷം ഒരു അപകടം അവിടെ നടന്നു എന്നുള്ളതാണ്. GCDയുടെ അനുമതിയിൽ അവിടെ ഒരു ഫ്ലവർ ഷോ നടത്തുന്നു. ആ ഫ്ലവർ ഷോയ്ക്ക് പിന്നീട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നു. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നത് അതിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഒരു സ്ത്രീക്ക് വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉമാ തോമസ് വീണതിന് ശേഷമാണെന്ന് ഓർക്കണം. അപ്പോൾ എന്താണ് പിന്നെ അവർക്കുണ്ടായിരിക്കുന്ന ഒരു ജാഗ്രത എന്നുള്ളതാണ് ചോദ്യം. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനം അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ലൈസൻസും മറ്റു കാര്യങ്ങളും ഉണ്ടാകണമെന്നുള്ളത്. ശരി, വളരെ നന്ദി മേയർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു.